ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ശരണ്യാണ്. അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം അഭിനാണേ. ആരാന്ന് മനസ്സിലായി കാണലല്ലേ, നിങ്ങളുടെ സ്വന്തം കുഞ്ഞനാട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറ് വെച്ചു, കോഫി ഇട്ടു. അതിനുശേഷം റൂമിൽ വന്ന് നോക്കിയപ്പോൾ ഈ പോത്ത് ഇവിടെ കിടന്നുറങ്ങുന്നു. പോത്തോ? അല്ല, പോത്തിനെ പോലെ കിടന്നുറങ്ങുന്നു. ഇനിയിപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. അതൊക്കെ ഇരിക്കട്ടെ, സാർ ചോറ് വെച്ചു, ഇനി കറി എന്താണോ വെക്കുന്നേ? സ്ഥിരം നിന്റെ തട്ടിക്കൂട്ട് തന്നെ, അല്ലാതെ എന്താ, നിന്നെ കണ്ടല്ലേ ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഉപകാരപ്പെട്ടല്ലോ. അത് നീ കഴിച്ചു നോക്കിയിട്ട് പറ, ഉപകാരമാണോ അതോ ഉപദ്രവമാണോ? കഴിച്ചു നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയുന്നുണ്ട്. ഇവിടെ മുട്ട ഇരുന്ന കാര്യമായി, അല്ലേ ഞാൻ പെട്ടുപോയാനെ. ആകെപ്പാടെ ആ മുട്ട വെച്ചുള്ള ആ സംഭവം മാത്രമേ എനിക്ക് ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ. അത് എന്തായാലും എനിക്കും കാര്യമായി, ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് പട്ടിണി കിടക്കേണ്ട വന്നേനെ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ ഈ മനുഷ്യൻ ഇവിടെ അരിയിലും പറക്കലൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വന്ന് പല്ലൊക്കെ തേച്ചു. എൻ്റെ കോല നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം, അന്നേരമാണ് കേട്ടോ എഴുന്നേറ്റ് വരുന്നത് തന്നെ. അങ്ങനെ പിന്നെ പല്ലൊക്കെ തേച്ചിട്ട് നേരെ ഞാൻ അടുക്കളയിലോട്ട് പോയി കേട്ടോ. ഈ മനുഷ്യനോട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് വേണോ, എൻ്റെ ഹെൽപ്പില്ലാതെ എങ്ങനെയാണ് നിങ്ങൾ കറി വെക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഈ മനുഷ്യൻ്റെ അടുത്ത് ഒരു ഹെൽപ്പും വേണ്ട, നീ നിൻ്റെ പാട്ടിന് വെക്കോളാനാണ് കേട്ടോ പറഞ്ഞത്. എന്താ മനുഷ്യൻ എൻ്റെ ഹെൽപ്പൊന്നും വേണ്ടെന്ന് പറഞ്ഞത്? ഓ പാവല്ലേ, റെസ്റ്റ് എടുത്തോട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ടാണോ? പിന്നെ അല്ലാതെ. നിങ്ങൾക്ക് വയ്യാത്തതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്ന് ഹെൽപ്പ് ചോദിച്ചത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു ഹെൽപ്പും ഞാൻ ചോദിക്കാൻ വരത്തില്ല. ഞാൻ പരിസരത്ത് വരത്തില്ലല്ലോ. അത് പിന്നെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, നിന്റെ സ്വഭാവം എനിക്ക് അറിഞ്ഞു. ശരിയപ്പാ, ഇനിയിപ്പോൾ അങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. എന്നാലും നിങ്ങളുടെ കടുപിടിയിൽ ചീറ്റി പോയല്ലോ. അത് ആര് കാരണം? നീ കാരണം. നീ കാരണം? ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു സ്പൂൺ എടുത്ത് ഇടാനെന്ന്. ഒരു സ്പൂണൊന്നും ഞാൻ പറയില്ല. ഒരു സ്പൂൺ ഇടല്ലേ എന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു സ്പൂൺ അങ്ങ് ഇട്ട്. അതിനെന്തിനാ ഒരു സ്പൂൺ ഇടല്ലേ എന്ന് പറയുന്ന? അര സ്പൂൺ ഇടാനെന്ന് പറഞ്ഞാൽ പോരെ? ഒരു സ്പൂൺ ഇടല്ലേ എന്നാണോ പറയുന്നത്? അതിന് പറയുന്ന അവസരം തന്നില്ലല്ലോ, അതിന് മുന്നേ ഇട്ട് കഴിഞ്ഞില്ലേ. പിന്നെ എന്ത് ചെയ്യാനാ? എന്തായാലും കടുവിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമായിരുന്നു കേട്ടോ കറിയിൽ. എന്തൊക്കെ പറഞ്ഞാലും കുഞ്ഞൻ തട്ടിക്കൂട്ടി എന്തായാലും കറി ഉണ്ടാക്കി, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. ഒരു വട്ടം ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുള്ളതുകൊണ്ട് പിന്നെ ആ ഒരു ഓർമ്മയിൽ വെച്ചങ്ങ് ചെയ്തേ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചു, പറഞ്ഞു കൊടുത്തു, അതനുസരിച്ചിട്ട് അങ്ങ് ചെയ്തൊക്കെ എടുത്തു കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഈ മനുഷ്യൻ എന്തെങ്കിലും വെച്ച് തരുമോന്ന്. അങ്ങനെ രാവിലെ തന്നെ അരിയടപ്പത്ത് ഇട്ടത് ഉച്ചക്കലത്തേക്കും രാവിലത്തേക്കും കൂടെ കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കിയതൊന്നും ഇല്ല. ചോറ് തന്നെ ആയിരുന്നു കഴിക്കാൻ വേണ്ടി എടുത്തേ. അന്ന് നമ്മൾ ചപ്പാത്തിലൂടെയാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിച്ചത്. ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ടോ കഴിക്കാൻ വേണ്ടി നമ്മൾ ഒരു വട്ടം ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ കുഞ്ഞനായൊരു ഓർമ്മയിലങ്ങ് വെച്ചാട്ടോ. അങ്ങനെ ഫുഡൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്നെ വന്ന് വിളിച്ചു. ഞാൻ അവിടെ കുറച്ച് നേരം നിന്ന്, എനിക്ക് പിന്നെയും നടുവിന് നല്ലൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ ഞാനങ്ങ് പോയി കിടന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എഴുന്നേറ്റ് വന്നു. എനിക്ക് പിന്നെ ചോറൊക്കെ ഇട്ട് തന്നു കേട്ടോ. എന്തോന്നോ ഈ മനുഷ്യൻ പാവം, ചോറൊക്കെ ഇട്ട് തരുന്നു. അങ്ങനെ പിന്നെ ചോറും കറിയൊക്കെ ആയിട്ട് പിന്നെ ഞങ്ങൾ പിന്നെ ഒരുമിച്ച് പോയിരുന്ന് കഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. കഴിക്കാൻ ചെന്ന് ഇരുന്നപ്പം തന്നെ കുഞ്ഞൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു, കൊള്ളാവോ എങ്ങനെയുണ്ടെന്ന്. പിന്നെ ചോദിക്കണ്ടേ? ചോദിക്കണം, പക്ഷെ കടു കൂടുതലായാലും സംഭവം കൊള്ളായിരുന്നു കേട്ടോ. എന്തായാലും അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ കഴിച്ചോളാം. ഒരു ബുദ്ധിമുട്ടാകത്തില്ലേ അളിയ? എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഇല്ല അളിയ, നീ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി തന്നോ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകാൻ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കഴുകാൻ പോയപ്പം കുഞ്ഞനോടൊന്ന് ഓട്ടിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ കഴുകിക്കോളാം, നീ ഇവിടെ പൊക്കോളാം പറഞ്ഞിട്ട് പിന്നെ കുഞ്ഞനായിട്ടോ കഴുകിയൊക്കെ വെച്ച്. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കുന്ന സമയത്ത് യൂട്യൂബിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അടുത്ത കറി എന്ത് ഉണ്ടാക്കണം, പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറി നോക്കി തപ്പി പിടിക്കുമായിരുന്നു കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കി തരാം എന്നും പറഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് പോയാണ്. ഒരു പുളിക്കറി എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അങ്ങനെ അതുണ്ടാക്കാനുള്ള ഒരുക്കത്തിൽ പിന്നെ കുറച്ച് സവാളയും പിന്നെന്താ തക്കാളിയോ എന്തൊക്കെയോ അരിഞ്ഞു പറക്കി വെച്ചിട്ടുണ്ട് ണ്ടായിരുന്നു. ഞാൻ ഇടയ്ക്ക് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടലും ചീറ്റിലും സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഒന്നാമതേ വയ്യാതൊക്കെ ഇരിക്കല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ പോയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഒരു മനസ്സമാധാനക്കേടാണ് കേട്ടോ. എനിക്ക് കിടന്നിട്ട് കിടപ്പ് വരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പോൾ കുഞ്ഞൻ പറഞ്ഞു, ഇന്ന് ഒരു ഹെൽപ്പും വേണ്ട, ഇന്നെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞൊക്കെ അങ്ങ് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ ഒരു കാര്യം, നമ്മളുടെ ഫാമിലി മെമ്പറായ ഖദീജ അലിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഫെബ്രുവരി 18 ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നാട്ടോ എന്നോട് പറഞ്ഞിരുന്നേ. അപ്പം നൈറ്റാണ് ഞാൻ കമൻറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതുകൊണ്ടാണ് പിന്നീട് എനിക്ക് വിഷസൊന്നും അറിയിക്കാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഫാമിലി മെമ്പറായ ഖദീജയ്ക്ക് നമ്മുടെ ഫാമിലിയുടെയും വിഷസ് അറിയിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ഖദീജ. ഒരുപാട് നാളിങ്ങനെ സന്തോഷവും സമാധാനത്തോടെ ദീർഘായുസ് നൽകി ദൈവം അനുഗ്രഹിക്കട്ടെ എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. പിന്നെ കുറേ കൂട്ടുകാർ നമ്മളോട് ഹായ് പറയാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരുടെ പേര് ഇതാ ഈ ഒരു വീഡിയോയിൽ പറയാം. മണിലാലിൻ്റെ മക്കളായ അമൃത, ദേവദത്ത്, റീമ വിൻസിൻ്റെ മക്കളായ ഐവിൻ, ആദം, അഗ, ഐശ്വര്യ, സിന്ധു ആർ, സജിത സന്തോഷ്, രാജി, ലച്ചു വാവാച്ചി, സോണിയ,
അബിയ ബാബു, വിഷ്ണുപ്രിയ എന്നിവരാട്ടോ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു ഹായ് ഉണ്ട്. ബാക്കിയുള്ള എല്ലാ മക്കൾക്കും എൻ്റെ ഒരു ചക്കര ഉമ്മയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഇതാ ഉച്ചക്കലത്തെ കറിയൊക്കെ കുഞ്ഞൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുളിക്കറിയായിട്ടോ വെച്ചിരുന്നത്, വേറെ നമ്മളൊന്നും വെച്ചില്ല. കാരണം കുഞ്ഞിന് അധികം ഒന്നും വെക്കാനും പറ്റത്തില്ല. ഇപ്പം തന്നെ കാലിന് ബുദ്ധിമുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേരം തൊട്ടേ പറയുന്നുണ്ട് ഒന്നും വെക്കണ്ട, നമുക്ക് എന്തെങ്കിലും പുറത്തുനിന്ന് മേടിക്കാം, ഇല്ലെങ്കിൽ ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്ത് തരാം എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൊണ്ട് നിർബന്ധിച്ച് അവിടെ പോയി കിടക്കാൻ പറഞ്ഞിട്ട് പിന്നെ സ്വന്തമായിട്ട് വെച്ചാൽ കേട്ടോ. അങ്ങനെ പിന്നെ കറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നാളത്തേക്ക് എന്തെങ്കിലും അരി വെള്ളത്തിൽ ഇടാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ വലിയ പാടില്ലല്ലോ. അപ്പോൾ ദോശയ്ക്ക് ഇഡ്ഡലിക്കോ എന്തെങ്കിലും ഇടാമെന്നും പറഞ്ഞാട്ടോ. അപ്പോൾ ഇഡ്ഡലി എങ്ങനെ ആണെങ്കിൽ ഇതൊന്ന് കോരി ഒഴിച്ച് അങ്ങ് വെച്ചാൽ മതിയല്ലോ. അന്നേരം പിന്നെ അത്രയും നേരം നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ പിന്നെ അതൊക്കെ ഇട്ടിട്ട് പിന്നീട് ഇവിടെ വന്ന് കിടന്നു. കുറച്ച് നേരം റെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത്. ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് കുഞ്ഞിനെ ഒറ്റ വിളിച്ചു പോലായിരുന്നു കേട്ടോ. ഓടിവായോ എന്ന് പറഞ്ഞ് അങ്ങനെ ഓടി ചെന്നപ്പോൾ ഇതാ നമ്മുടെ മീനുകളൊക്കെ പ്രസവിച്ചിട്ട് ഇങ്ങനെ കുറേ കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ, പൊടി കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഒരു 16ഓളം കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മീനിൻ്റെ പേര് നമ്മൾ ഇട്ടേക്കുന്നത് ജാക്ക് ആൻഡ് റോസ് എന്നും പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ ജാക്കിൻ്റെയും റോസിൻ്റെയും മക്കളാണ് ഇത്രയും കുഞ്ഞുങ്ങൾ. അവരെ ഞങ്ങൾ വേറെ ഒരെണ്ണത്തിലോട്ട് മാറ്റി കേട്ടോ. ചിലപ്പം കുഞ്ഞിതായതുകൊണ്ട് ഇത് പിടിച്ച് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങ് വേറെ മാറ്റി കിട്ടും. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയാണ്. അങ്ങനെ പിന്നെ ചോറൊക്കെ കുഞ്ഞാൻ പാത്രത്തിലൊക്കെ ഇട്ട് കൊണ്ട് തന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചോറിനകത്ത് കറിയുടെ കാര്യം പറഞ്ഞാൽ ഭയങ്കര കോമഡിയാണ്. കുഴപ്പമൊന്നുമില്ല, പക്ഷെ പുളി അധികം കൂടിപ്പോയി കേട്ടോ. പുളിയും അതേപോലെ മധുരവും അതേപോലെ ഇച്ചിരി കൂടിപ്പോയി. അപ്പോൾ ശർക്കരയൊക്കെ ഇട്ടിട്ടൊക്കെ ആയിട്ട് കുഞ്ഞൻ കറി വെച്ച് എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ സ്പെഷ്യലാണ് പുളിക്കറിയാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ കുഴപ്പമില്ല, പക്ഷേ ഈ 2 സാധനം ഇച്ചിരി ഒന്ന് കൂടിപ്പോയതുകൊണ്ട് അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും കുഴപ്പമില്ല. നമ്മൾ പിന്നെ അതൊക്കെ ആയിട്ട് പുരട്ടിയും കഴിച്ചു. നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞിനിങ്ങനെ പരീക്ഷിച്ച് നോക്കട്ടെ, എന്നാലല്ലേ ഇങ്ങനെയൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. കുഞ്ഞൻ ചോദിക്കുമായിരുന്നു കൊള്ളത്തില്ലേ എന്ന്. എനിക്ക് ചിരി വന്നിട്ട് വയ്യായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞങ്ങൾ പിന്നെ ഹോസ്പിറ്റലിൽ വരെ പോയി കേട്ടോ. കാരണം അന്ന് ഞാൻ മരുന്ന് മേടിക്കാൻ വിട്ടുപോയി. അന്നിങ്ങനെ കുഞ്ഞിന് അന്നേരം തന്നെ കാലിന് ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിങ്ങനെ വന്നു കേട്ടോ. വീട്ടിൽ വന്നപ്പോഴാണ് അയ്യോ മരുന്ന് മേടിച്ചില്ലല്ലോ എന്നിങ്ങനെ ഓർമ്മ വന്നത്. അങ്ങനെ പിന്നെ ഇന്നലെയൊന്നും പോയില്ല. അപ്പോൾ ഇന്ന് പോകാമെന്ന് ഞാനിങ്ങനെ കുഞ്ഞിനോട് പറയായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഇന്ന് വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ പോയി മേടിച്ചത്. അങ്ങനെ പിന്നെ അവിടെ പോയി മരുന്നൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞാൻ അന്നേരം പുറത്ത് വെയിറ്റ് ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞാനവിടെ കുറച്ച് നേരം നിന്നു. ആളില്ലെങ്കിലും അവരെടുത്ത് തരാൻ കുറച്ച് ടൈം എടുത്തു. കാരണം ഒരിടത്ത് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് വേദനയുടെയും പിന്നെ വേറെ എന്തതിൻ്റെയൊക്കെയോ 2-3 ടാബ്ലറ്റും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അതും മേടിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കുഞ്ഞിനെ നോക്കിയിട്ട് കാണുന്നില്ല. വിളിച്ചപ്പോഴാണെങ്കിൽ ആ മനുഷ്യൻ ബിസി. എന്നെയും വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ എന്നെയും വിളിച്ചപ്പോൾ എനിക്ക് ബിസി ആയിരുന്നു എന്നാണ് കേട്ടോ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാൻ വന്ന് ചോദിക്കുകയാണ് ഇത്രയും നേരം ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കുക ചെയ്യുന്നത്. അപ്പോഴാണ് എൻ്റെ അടുത്ത് കുഞ്ഞൻ പറഞ്ഞത് ഞാനും നീ ഇതാ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു, നീയും ബിസി അല്ലേ എന്നിങ്ങനെ ചോദിക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നേരെ തിരിച്ചു. നമ്മൾ അമ്പലത്തിൻ്റെ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ നല്ല ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് ഞങ്ങൾ ഫുഡും വാങ്ങിച്ചിട്ടാണ് വന്നത്. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇതാ മീനൊരു പരുവായി. മീൻ ഇങ്ങനെ ചത്ത് മുകളിലോട്ട് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. പാവം എൻ്റെ ജാക്കും മരിച്ചു പോയി. അപ്പം ലാസ്റ്റ് അവനിങ്ങനെ കിടന്നിങ്ങനെ മേളിലോട്ട് വായും തുറന്ന് ഇങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ സങ്കടം തോന്നി പാവത്തിന്. പിന്നെ എടുത്ത് ഞങ്ങൾ മാറ്റി. അത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചത്. എന്നിട്ട് ഞങ്ങൾ പിന്നെ വരുന്ന വഴിക്ക് വാങ്ങിച്ചിട്ട് വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ അന്നേരം കഴിക്കാൻ ഇരുന്നു. കാരണം ഇല്ലെങ്കിൽ പിന്നെ നമ്മളിവിടെ വന്നിട്ട് പിന്നെ പുറത്തുനിന്ന് നമ്മൾ ഓർഡറൊക്കെ ചെയ്യുമ്പം വരാൻ താമസിക്കുമല്ലോ. അതുകൊണ്ട് അങ്ങനെ പിന്നെ ഇതാ പൊറോട്ടയും ബീഫ് കറിയായിരുന്നു കേട്ടോ മേടിച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഇരുന്ന് കഴിക്കുമായിരുന്നു. ഇപ്പോൾ കുറേ പേര് നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തുനിന്നുള്ള ഫുഡ് ഇത്ര ശരിയൊന്നും അല്ല, നിങ്ങളിങ്ങനെ കഴിക്കല്ലേന്ന്. ഇനിയിപ്പോൾ ഇനി ഒരു 1.5 മാസത്തേക്ക് ഇനി പുറത്തുനിന്നുള്ള ഫുഡ് തന്നെ ആയിരിക്കും ശരണം. കാരണം വീട്ടിൽ നിന്ന് ഞാൻ ഉണ്ടാക്കണമല്ലോ, അല്ലാതെ കുഞ്ഞിനെയും കൊണ്ടൊന്നും പറ്റത്തില്ല. ഇന്ന് ഉണ്ടാക്കാൻ കയറിയതിൻ്റെ തന്നെ ഇപ്പം ബുദ്ധിമുട്ടും കാര്യങ്ങളും തുടങ്ങി കേട്ടോ. നാളെ ഇനി ജോലിക്ക് പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തൊന്നുമില്ല. കാരണം നടുവിനും ബുദ്ധിമുട്ടായി, കാലിനും ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ട് പിന്നെ രാത്രിയിലങ്ങ് പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചത് തന്നെ. അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. പിന്നെ പാത്രങ്ങൾ കഴുകാനൊന്നും ഇല്ലായിരുന്നു, പുറത്തുനിന്നുള്ള ഫുഡായിരുന്നല്ലോ. പിന്നെ കുറച്ച് വെള്ളം തിളപ്പിക്കാനുണ്ടായിരുന്നു, അതും വെച്ചു. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ടാറ്റ ബൈ, സീ യു.